തീപ്പെട്ടിയിൽ നിന്ന് മാത്രമല്ല തീയുണ്ടാക്കുന്നത്, കല്ലുകളെ പരസ്പരം ഒരച്ചു മാത്രമല്ല തീയുണ്ടാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പച്ചമരത്തിൽ നിന്ന് തീയുണ്ടാക്കുന്നത് അല്ലാഹുവാ. തീക്കായി മനുഷ്യൻ ഉരസി കത്തിക്കുന്ന മരം സൃഷ്ടിച്ചുണ്ടാക്കിയതും അല്ലാഹുവാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പച്ചമരത്തിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റുള്ള വസ്തുക്കളെ ഉദാഹരണമായി അവിടുന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാ പച്ചമരങ്ങളും ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ തീ കത്തിക്കുവാൻ സാധിക്കും. തീക്കല്ലും ലോഹവും ഉരസി തീയുണ്ടാക്കാൻ പരിചയപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ട്. എങ്കിൽ ചില മരങ്ങൾ പരസ്പരം ഉരസിയാൽ മതി. ചില മരങ്ങൾ, പച്ചയായ മരങ്ങൾ, ഉണക്കമരം ഉരസിയ തീ കത്തൂല. ഉണക്കമരത്തിലേക്ക് തീയിട്ട് കൊടുത്താൽ കത്തിപ്പിടിക്കും. പക്ഷേ ചില പച്ച മരങ്ങൾ, രണ്ടു മരങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ തീ കത്തുന്നതിന് വേണ്ടി പച്ചമരത്തിൽ നിന്ന് തീ പിടിക്കുന്നത്. ഹദീസിന്റെ കിതാബുകൾ പറയുന്നു, മറാഹും വൽ അഫാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറാഹ്, മർഹും, അൽ മർഹു അൽ അഫാർ, ഈ രണ്ടു മരങ്ങളിൽ നിന്നാണ് തീ ഉരസി കത്തുന്നത്. ഓട, മുള മുതലായ മുളയൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ പച്ച കാട്ടിലൊക്കെ തീ പിടിക്കുന്നത് ആരെങ്കിലും കൊണ്ട് തീയിട്ടിട്ടാണോ? ഈ പച്ച മരങ്ങൾ, ഈ മുള എന്ന് പറയുന്ന മരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിച്ച് അത് ഉരസിയിട്ട് തീയുണ്ടാകുന്നു. അള്ളാഹു ചോദിക്കുന്നു, എടോ ഈ പച്ച മരത്തിൽ നിന്ന് തീയുണ്ടാക്കിയവനാ ഞാൻ, എന്തേ നീ ചിന്തിക്കാത്ത? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുക, എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? വിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ചിന്തിക്കാനാണ്. അല്ലാഹ് ആരാണ്? നിന്ന് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമില്ലേ? ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതും ഞങ്ങളുടെ കൈക്കീഴിലാണെന്നും ഞങ്ങളുടെ കാൽച്ചുവട്ടിലാണെന്നും പറയുന്നവർ മനസ്സിലാക്കണം, എങ്ങനെയാ ഈ പച്ച മരത്തിൽ നിന്ന് അല്ലാഹു തീ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഖുർആൻ പറയുകയാ, ഈ തീ ഉണ്ടാക്കിയവൻ ഞാനാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനാ ഖുർആൻ പറയുന്നത്. അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമതായി പറയുകയാ, തീ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണെന്ന് നീ തിരിച്ചറിയുക. തീ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. സൂറത്തുൽ വാഖിഅ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുമ്പോൾ അതിനകത്ത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുന്നു, തീ എന്ന് പറയുന്നത് എന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഒരു പടപ്പിന് മാറ്റി നിർത്താൻ കഴിയാത്ത നിർബന്ധ ആവശ്യങ്ങൾക്ക് പെട്ടതാണ് ഈ അനുഗ്രഹം. ധാരാളം ഈ തീയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി കഴിച്ചേനെ എന്ന് ആലോചിക്കേ. അള്ളാഹുവിന്റെ അനുഗ്രഹമായി ഈ തീയില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആകാശത്ത് നിന്ന് മഞ്ഞും സൽവയും ഇറക്കി തരുമോ അല്ലാഹ് നമുക്ക്? നരകത്തിന്റെ തീയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണോ? മന്തി ബിരിയാണിയും മട്ടൻ മന്തിയും ചിക്കനും ചുട്ടതും കരിച്ചതും അൽഫഹും ഷവായിയൊക്കെ ചുട്ടടിക്കണമെങ്കിൽ തീ വേണ്ടേ? ഈ തീ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാ, നീ ചിന്തിക്കടോ, എന്റെ അനുഗ്രഹമാണ് തീ. ഞാൻ നിനക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് തീ. അതുകൊണ്ട് നീ എനിക്ക് നന്ദി കാണിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പച്ചമരത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ മറ്റുള്ള വഴികളിലൂടെ തീ കത്തിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്, ദരിദ്രരായ സഞ്ചാരികൾക്ക് ഒരു ജീവിത സൗകര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അപ്പൊ തീയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഒന്ന്, പച്ച മരത്തിൽ നിന്ന് തീയുണ്ടാക്കിയത് പടച്ച റബ്ബാണ് തീയുടെ സൃഷ്ടാവ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, തീ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു നിഅമത്താണ്. അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായി പറയുകയാണ്, മരണാനന്തര ജീവിതം തെളിവ്. മരണാനന്തര ജീവിതമുണ്ടല്ലോ, മരണത്തിനു ശേഷമുള്ള ഒരു ജീവിതമുണ്ടല്ലോ. ആ
ആ ജീവിതത്തിന് തെളിവായും അല്ലാഹു തീയെ ഉദാഹരിച്ചിട്ടുണ്ട്. മരണത്തിനു ശേഷം പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട ഒരു മനുഷ്യൻ എങ്ങനാണോ ഇനി നാളെ പരലോകത്ത് വരിക? കൊണ്ടു കുഴിച്ചിട്ടു, കണ്ണും വയറും പൊട്ടി, ശരീരത്തിന്റെ മാംസങ്ങൾ മുഴുവനും അഴുകി മണ്ണിനോട് അലിഞ്ഞുപോയല്ലോ. പുഴുക്കൾ ചെന്ന് തിന്നുകഴിഞ്ഞ ഈ ശരീരത്തെ എങ്ങനെയാണ് അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരുന്നത്? ഇവന്മാരൊക്കെ പൊട്ടന്മാരല്ലേ എന്ന് പറയുന്നവരുണ്ടല്ലോ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് വിശ്വസിക്കാത്ത ഒരു വിഭാഗം ഇന്നും ഭൂമിയിലുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു, മരണത്തോടുകൂടി സർവ്വതും അവസാനിച്ചു എന്ന് പറയുന്നവർ, ആ പറയുന്നവർക്കൊരു ദൃഷ്ടാന്തമായി, ഒരു ഉദാഹരണമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ യാസീനിലെ ആയത്ത് അള്ളാഹു ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇത് താമസിച്ച് മഴയൊക്കെ നനഞ്ഞൊക്കെ വരണല്ലേ ഇപ്പൊ? ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എടോ, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമില്ല എന്ന് പറയുന്നവരുണ്ട്. വിശ്വസിക്കുന്നുണ്ട് ആരെങ്കിലും? ഖബറിൽ കൊണ്ടുവച്ചാൽ മുൻകറിൻ നക്കീറും വരും. അവർ ചോദ്യം ചോദിക്കും. നാളെ അതിനകത്ത് നിന്ന് എഴുന്നേറ്റൊരു പരലോകമുണ്ട്. ആ പരലോകത്ത് അള്ളാഹു കൊണ്ടു നിർത്തും, അള്ളാഹു വിചാരണ ചെയ്യും. ഇതൊക്കെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കും, മണ്ണോടൊക്കെ അരിഞ്ഞു പോയത് എങ്ങനെയാ ഇതുണ്ടാക്കുക? അതിന് ഉദാഹരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ചോദിക്കുകയാണ്. ഇന്നെന്താപ്പാ? അൽഹംദുലില്ലാ, നരകത്തിൽ നിന്നൊരു കാരക്കയുടെ അംശം കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആരോ പള്ളിക്ക് പൈസ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. മുഹമ്മദ് താജിർ എന്ന സഹോദരൻ, തന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി കുട്ടികളില്ല. സ്വാലിഹായ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാനും ജോലിയിൽ സ്ഥിരത കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാ വളരെ പ്രയാസത്തിൽ നമ്മുടെ പള്ളിയുടെ പണിയിരിക്കുന്ന സമയം ഇപ്പോഴും പള്ളിയുടെ പണിക്കാരുമായി സംസാരിച്ചുകൊണ്ട് വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് ഈ പള്ളിയുടെ പണി നടത്തിയില്ലെങ്കിൽ വലിയ ഒരു പ്രയാസത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം. കമ്മിറ്റിക്കാരുമായി സംസാരിക്കുമ്പോൾ, ഉസ്താദെ കുറച്ചു പൈസ എവിടെന്നെങ്കിലും കടമായിട്ടെങ്കിലും ഒന്ന് വാങ്ങിച്ചതാ, പള്ളിയുടെ പണിയൊന്ന് പെട്ടെന്ന് നടത്താൻ. അൽഹംദുലില്ലാ, അവർ ആറും കടമായിട്ടെങ്കിലും, നേരെ ചോദിക്കുമ്പോൾ പരിവി ചോദിക്കുമ്പോൾ തരാനല്ലേ മടി, കടമായിട്ടെങ്കിലും 50,000, 25,000, 1 ലക്ഷം രൂപ വെച്ചൊരു 6 മാസത്തേക്കെങ്കിലും ഒന്ന് കടമായിട്ട് പള്ളിയുടെ രസീതുകൾ, പള്ളിയുടെ ചെക്ക് എഴുതി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കടമായിട്ടെങ്കിലും വാങ്ങിച്ചു തരാൻ വേണ്ടി പറഞ്ഞ് സംസാരിച്ചിരിക്കുക. അപ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹുവേ, മുഹമ്മദ് താജിർ എന്ന് പറയുന്ന സഹോദരൻ, പടച്ചവനെ നിന്റെ പള്ളിക്ക് വേണ്ടി അല്ലാഹുവിന് സദഖ ചെയ്തു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായ റഹ്മാനെ, അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ സന്താനത്തെ നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ സഹോദരന്റെ ജോലിയിൽ അല്ലാഹുവേ, എന്ത് ജോലിയാണെങ്കിലും അല്ലാഹുവേ നീ അത് സ്ഥിരത കൊടുക്കണേ തമ്പുരാനെ. മുഹമ്മദ് താജിറിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു സഹോദരന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം, അൽഹംദുലില്ലാ, ചെറുതാകട്ടെ വലുതാകട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തീയെക്കുറിച്ച് പറയുകയാ, അല്ലദീ ജഅല ലക്കും മിനശ്ശജറിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അല്ലാഹു ചോദിക്കുന്നു, പച്ച മരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവൻ ആരാ? പച്ച മരത്തിൽ നിന്ന് ഒരിക്കലും തീ കത്താൻ സാധ്യതയില്ല.
അപ്പൊ അതിനകത്ത് നിന്ന് തീ ഉണ്ടാക്കി തന്നവനാ അല്ലാഹ്. അല്ലാഹ്ക്ക് അതിന് കഴിവുണ്ട്. അവൻ നിങ്ങളെ പിന്നെ അവൻ എങ്ങനെ നിങ്ങളെ തിരിച്ചെടുക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഉണക്കമരത്തിൽ നിന്നാണ് കത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ കല്ലിൽ നിന്നാണ് കത്തുന്നതെങ്കിൽ, മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ നിന്നാണ് കത്തുന്നതെങ്കിൽ നമുക്ക് പറയാം സാധ്യതയുണ്ടെന്ന്. അതും ഈ പച്ച മരത്തിൽ നിന്ന് തീ കത്തിക്കുന്നത് അല്ലാഹുവാ. ആ അല്ലാഹുവിന് കഴിവുണ്ടോ നിന്നെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് കൊണ്ടുവരാൻ, നിന്നെ ആ കബറിന്റെ അകത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ? അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന് കഴിയാത്തതൊന്നുമില്ല. പച്ച മരത്തിൽ നിന്ന് തീ പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ മരിച്ചവരുടെ അവരുടെ കുഴിമാടത്തിൽ നിന്ന് അതേ രീതിയിൽ അള്ളാഹു പുറത്തു കൊണ്ടുവരുമെന്ന് നീ ഇതിലൂടെ പഠിക്കാൻ വേണ്ടിയാ അള്ളാഹു ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. എനിക്ക് കഴിവുണ്ടോ? എനിക്ക് പച്ച മരത്തിൽ നിന്ന് തീയുണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ മരിച്ചു മണ്ണിനോട് അലിഞ്ഞുപോയ നിന്നെ നാളെ പഴയ രൂപത്തിൽ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരാനും എനിക്ക് കഴിയുമെന്നുള്ളതിന് ഉദാഹരണമായിട്ട് അള്ളാഹു ഖുർആനിൽ സൂറത്തു യാസീനിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ആയത്തായത്. മരണശേഷം ശരീരംശങ്ങൾ വളരുന്ന മാറ്റങ്ങൾ അതെല്ലാം നശിച്ചുപോയല്ലോ, പിന്നെ എങ്ങനെയുണ്ടാകും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാത്തിനും അല്ലാഹുവിന് കഴിവുണ്ട്. എല്ലാത്തിനും പടച്ചറപ്പിന് കഴിവുണ്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഖുർആൻ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, പരലോകമുണ്ട്, മഹ്ശറയുണ്ട്, നരകമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണമായിട്ട് അല്ലാഹു തീയെ നമുക്ക് ഉപമിച്ചു തരികയാണ്. 4, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ തീ കാണുമ്പോൾ നരകത്തിലെ തീയെക്കുറിച്ച് ചിന്തിക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. തീ കാണുന്ന സമയത്ത് നീ നരകത്തെക്കുറിച്ച് നീ ചിന്തിക്കണം. പടച്ചവനെ, 3000 കൊല്ലം കത്തിച്ച ഈ നരകത്തിന്റെ തീ എന്തായിരിക്കും റഹ്മാനെ? അല്ലാഹുവേ, നരകത്തിലെ തീയുടെ 70 അംശമാണ് ഞാൻ എൻ്റെ വീട്ടിൽ കത്തിക്കുന്ന തീയ്. ഇതുപോലും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, പിന്നെ എങ്ങനെയാ? സൂറത്തുൽ വാഖിഅ അല്ലാഹു പറയുന്നു, നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വ മതാഅൻ ലിൽ മുഖ്വിനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിരിക്കുന്നു. ഈ തീ അല്ലാഹു ഒരു ചിന്താ വിഷയമാക്കി നിനക്ക് തന്നിരിക്കുകയാണ് ചിന്തിക്കാൻ. സഞ്ചാരികൾക്കൊരു ജീവിത സൗകര്യമായി തന്നിരിക്കുന്ന തീയുണ്ടല്ലോ. ഈ ദുനിയാവിലെ തീ നീ കാണുമ്പോ അല്ലാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ തീയുണ്ടല്ലോ, പടച്ചവനെ, അത് കറുപ്പായിരുന്നു, കത്തിച്ചു. അത് ചുമപ്പായി, അത് വെളുപ്പായി. 3000 വർഷക്കാലം അല്ലാഹു കത്തിച്ചിരിക്കുന്ന നരകത്തിന്റെ ഭയാനകമായ തീയുണ്ടല്ലോ. ആ തീയിലെ 70 അംശമാണ് ദുനിയാവിലെ തീയോ. ആ തീ പോലും എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറപ്പിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനൊരു ചിന്താ വിഷയമായി ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദൃഷ്ടാന്തത്തെ പോലെ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ ചോദിക്കുന്നത്, എവിടെയാ നരകമിരിക്കുന്നത്? ഉസ്താദന്മാര് നരകത്തെ കുറിച്ച് പറയുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ, ആ നരകത്തിന്റെ തട്ടുകളെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളിൽ കിടക്കുന്ന
കിടക്കുന്ന വിഭാഗത്തെ കുറിച്ച്, ഓരോ മനുഷ്യനും അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ പരിഹസിക്കുന്ന എവിടെയാ ഉസ്താദ്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിന്റെ അടിത്തട്ടിലാണോ, എവിടെയാണ് അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ടോ? അല്ലാഹുവിന്റെ നരകം നിന്റെ കണ്ണുകൊണ്ട് ലൈവായി കാണുകയാണ്. അന്ന് നീ റബ്ബിനോട് പറയും, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ കാവൽക്കാരായ മാലിക്കുന്ന മലക്കത്തിന്റെ അനുയായികൾ നാളെ പരലോകത്തേക്ക് നരകത്തെ വലിച്ചുകൊണ്ട് വരുമ്പോ ഇതൊക്കെ കളിയാക്കി പറഞ്ഞവനെ, നിഷേധിച്ചവനെ, നിസാരമാക്കിയവനെ, ഇതൊക്കെ ഉസ്താദന്മാര് വെറുതെ പറയുന്നതാണ്, നമ്മളെ പീഡിപ്പിക്കാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചു തള്ളിയവനെ, എല്ലാവരും സ്വർഗത്തിൽ പോയാൽ അല്ലാഹു നരകമെന്ന് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, നരകത്തിൽ പോകാൻ ആരെങ്കിലും വേണമല്ലോ, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പൊക്കൊള്ളാമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ ചെറുപ്പക്കാരാ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച നരകത്തെ കാണുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകം കണ്ടു റബ്ബേ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകം കാണുന്നു പടച്ചവനെ, നരകത്തിന്റെ തീ കാണുന്നു പടച്ചവനെ, ആ നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ. എന്നിട്ട് പറയുന്നു, നാഥാ വസമിഅനാ, ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നു അല്ലാഹ്. ഇപ്പോഴാണ് മനസ്സിലായത്, അതുകൊണ്ട് ഫർജിഅനാ, ഒന്നുകൂടെ ഞങ്ങളെ പായിപ്പാടിന്റെ മണ്ണിലേക്കൊന്നു മടക്കുമോ അല്ലാഹ്, ദുനിയാവിലേക്ക് നീ ഞങ്ങൾക്കൊരവസരം തരുമോ അല്ലാഹ്, ഞങ്ങൾ നിസ്കരിക്കാമല്ലോ, ഞങ്ങൾ ഖുർആൻ ഓതാമല്ലോ, നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കില്ല അല്ലാഹ്, നിനക്കെതിരെ പ്രവർത്തിക്കില്ല അല്ലാഹ്, ഫർജിഅനാ, ഒരവസരം തരണേ എന്ന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്ന് യാചിക്കുമ്പോ അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ്, ഇവനെ ചങ്ങലയിൽ കെട്ടിയിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകം നിസാരമല്ല, ആ നരകത്തിന്റെ വലിപ്പം എന്തെന്നറിയോ, ആ നരകത്തിന്റെ ആഴം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരുടെ കൂടെ ഇരിക്കുമ്പോ അല്ലാഹുവേ, അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുകയാണ്, എന്തോ വന്നു വീഴുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട പാടേ സ്വഹാബത്ത് ഭയന്നുപോയി. ശബ്ദം കേൾക്കുന്ന ഭാഗം പെട്ടെന്ന് ഈ സീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും വന്നു വീണ നമ്മൾ ഭയപ്പെടുമല്ലോ, അതുപോലെ ഭയാനകമായ എന്തോ താഴെ വന്നു വീണ ഭയാനകമായ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് പേടിക്കുകയാ. അവിടെ നിന്ന് ഭയപ്പെടുമ്പോ സ്വഹാബ ഈ ശബ്ദം കേട്ടതെന്നറിയുമോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് നിങ്ങൾക്കറിയുമോ? പല അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അറിയില്ല നബിയേ, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന്
പറഞ്ഞു തരുമോ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഒരു കല്ല് വന്നു വീണ ശബ്ദമാ സഹാബ. നബിതങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താ ശബ്ദം കേട്ടത്? അല്ലാഹുവിനും എന്റെ റസൂലിനും മാത്രമേ അറിയൂ, ഞങ്ങൾക്കറിയില്ല. നബിതങ്ങൾ ചോദിച്ചു, അതൊരു കല്ല് വന്നു വീണ ശബ്ദമാ. ഏത് കല്ല്? ഏത് കല്ല്? നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കിട്ടു. നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് ഇങ്ങനെ താഴേക്കിട്ടു. എത്ര നാള് മുമ്പ്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മുൻപ് 70,000 വർഷം മുമ്പ്, 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്തിങ്ങനെ താഴേക്കിട്ടു. അത് താഴെ വന്ന് വീഴാൻ 70,000 വർഷമെടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 70,000 വർഷമെടുത്തു നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴെ വന്ന് വീഴാൻ. അപ്പൊ ആഴം ചിന്തിക്കാൻ. പായിപ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയവർക്ക് താഴേക്ക് നോക്കുമ്പോൾ അതിന്റെ ആഴം അറിയാം. പായിപ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആയത്തിൽ കുറിച്ച് ഓതുന്നവരില്ലേ? പള്ളിയുടെ മുകളിൽ കയറിയിട്ട് കാല് വരച്ചവരൊക്കെ ഇല്ലേ? അല്ലാഹു നമുക്ക് ഈ മാന്തരമാറാകട്ടെ. താഴേക്ക് നോക്കിയപ്പോ എങ്ങനെയുണ്ട് ഷാജിന്? ഇതിന്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോ പടച്ചോനെ എന്താ അല്ലേ? ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുമ്പോ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കല്ല് താഴെ വന്ന് വീഴുന്നു അല്ലേ? അപ്പൊ നരകത്തിന്റെ മുകളിൽ നിന്നിട്ട കല്ല് താഴെ വന്ന് വീഴാൻ 70,000 കൊല്ലമെടുത്തെങ്കിൽ ഈ 70,000 കൊല്ലോന്ന് പറയുന്നത് അത്ര നിസാരമായി കാണണ്ട. നമ്മുടെ ഈ ദുനിയാവിലെ 70,000 വർഷമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പരലോകത്തിലെ ഒരു ദിവസം, അല്ലാഹുവിന്റെ മഹ്ശറയിലെ ഒരു ദിവസം ഈ ദുനിയാവിലെ 50,000 വർഷത്തിനേക്കാൾ ദൈർഘ്യമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ദുനിയാവിലെ 50,000 വർഷത്തിനേക്കാൾ അല്ലാഹുവേ അവിടുത്തെ ഒരു ദിവസത്തിന് ഇവിടുത്തെ 50,000 വർഷത്തെ ദൈർഘ്യമുണ്ടെങ്കിൽ അങ്ങനെ 70,000 ഒന്ന് കൂട്ടിക്ക്. അതാ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഫിയ കമറുദ്ദീൻ എന്ന സഹോദരി, ഞങ്ങൾക്ക് ഹോട്ടലാണ് ഉസ്താദെ, കച്ചവടം തീരെ കുറവാണ്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുന്നതിനും തന്റെ പ്രിയപ്പെട്ട മകൻ ആർമിയിൽ സെലക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു 5,000 രൂപ സദഖ ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ട സഹോദരി, PK ഒക്കെ ഹോട്ടലുണ്ടോ? ഹോട്ടലിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി 5,000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, ആ പ്രിയപ്പെട്ട പെങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഒരു ചെറിയ കടയ്ക്കകത്ത് വളരെ പ്രയാസത്തിൽ കഴിയുന്ന സഹോദരി, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ നല്ല നിലയിൽ ആയി കാണാൻ ആഗ്രഹിക്കുന്ന സഹോദരി, ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്. നീ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ആ പൊന്നുമകന് നല്ല ഒരു ഭാവിയും നല്ല ഒരു ജോലിയും നല്ല ഒരു ജീവിതവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരി മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ, പ്രയാസം, അല്ലാഹുവേ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ പണി പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പടച്ചവനെ, തന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന നിന്റെ പള്ളിക്ക് വേണ്ടി തന്നവളാ. നീ മറക്കല്ലേ പടച്ചവനെ, നീ കൈവിടല്ലേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 70,000 കൊല്ലമെടുത്തു ഒരു കല്ല് താഴെ വന്ന് വീഴാൻ. അപ്പൊ നരകത്തിന്റെ ആഴം മാത്രം ചിന്തിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തീയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 4ാമത്തെ കാര്യം, ഈ തീ കാണുമ്പോൾ നരകത്തെക്കുറിച്ച് ഓർക്കണം. 5ാമതായിട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ പറയുന്നു, സാധാരണ തീയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ആ തീ, നരകത്തിന്റെ തീ. ദുനിയാവിലെ തീയ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം ഖാലു വല്ലാഹി ഇൻ കാനത് ലകാഫിയതൻ യാ റസൂലല്ലാഹ് ഖാല ഫഇന്നഹാ فضلت عليها ب99 جزءا كلها مثل حرها. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യൻ കത്തിക്കുന്ന നിങ്ങളുടെ ഈ തീ നരകത്തിൽ നിന്ന് 70,000 ഒരു അംശമാണ്. സഹാബത്ത് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നരകത്തിൽ ഇതിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ളതായിരിക്കുമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ തീയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, തീ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട 5ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിന്റെ തീയും നരകത്തിന്റെ തീയുടെ കാഠിന്യതയും നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 6, എൻ്റെ പ്രിയപ്പെട്ടവരെ, തീ അപകട സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണേ എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീയോട് കളിക്കരുത്, അത് മനുഷ്യനെ നശിപ്പിച്ചു കളയും, സർവ്വതിനെയും തകർത്തു കളയും. അതുകൊണ്ട് അടുപ്പിലോ തീയോ വിളക്കോ അടുപ്പിനകത്ത് തീയുണ്ടെങ്കിൽ നീ അത് അണച്ചു എന്ന് നിനക്ക് പരിപൂർണ ഉറപ്പുണ്ടാകണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് നിന്റെ അടുപ്പിന്റെ അകത്ത് തീയുണ്ടെങ്കിൽ അത് അണച്ചോ ഇല്ലയോ എന്ന് കൺഫേം നീ ചെയ്യണം. നിന്റെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നീ അണച്ചോ എന്ന് നീ ഉറപ്പിക്കണേ എന്ന് നബിയന റസൂലുള്ളാഹി. അതല്ലാതെ നീ കിടന്നുറങ്ങിയാൽ അത് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നബിതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട 6ാമത്തെ കാര്യം, തീ അതൊരു അപകടകാരിയാണ്. നാം അതിനെ സൂക്ഷിക്കണം. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമ്മിറു അൽ ആനിയത വഅജീഫു അൽ അബ്വാബ വഅത്ഫിഉ മസാബിഹ ഫഇന്നൽ ഫുവൈസിഖതു റുബ്ബമാ ജറത്തിൽ ഫാത്തിലത. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂടി വെക്കണ്ടേ? രാത്രി പാത്രങ്ങൾ അടച്ചു വെക്കണ്ടേ? ചോറും പാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ പാറ്റാണോ എന്നെ വീഴുന്നത്? വേറെ എന്തെല്ലാം കിടക്കുന്നത്? വേണ്ടതൊക്കെ വന്ന് നക്കിയിട്ട് പോകും. പിന്നെ വലിയ പാടാ, പല്ലിയും പാറ്റയൊക്കെ നക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ എന്ത് ചെയ്യണം? പാത്രങ്ങൾ, വെള്ളപാത്രങ്ങൾ, ഭക്ഷണപാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കണം. നബിതങ്ങൾ പറഞ്ഞു, നീ നിന്റെ വാതിലടയ്ക്കണം. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണയ്ക്കുക എന്ന് നബിയന റസൂലുള്ളാഹി. ഇതൊക്കെ പാത്രങ്ങൾ അടച്ചു വെക്കണം, വാതിലടയ്ക്കണം, വിളക്കുകൾ നിങ്ങൾ അണയ്ക്കണം. എന്നിട്ട് മുത്തുനബി പറയുകയാണ്, ചിലപ്പോൾ എലി വിളക്കിന്റെ തിരി വലിക്കുകയും വീട്ടുകാരെ കത്തിക്കുകയും ചെയ്തു കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു എലിക്ക് കണിക്കാൻ തോന്നിയ പോലെ ഒരു എലി ഇങ്ങനെ തിന്നാൻ വരുന്ന സമയത്ത് പടച്ചോൻ അതാ ഒരു വിളക്കിരിക്കണു, പോണ വഴിയിൽ ഒരു തട്ട് കൊടുത്തു, കഴിഞ്ഞില്ലേ? അവസാനം അല്ലാതെ കത്തി. അടുത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, 2 ചെറുപ്പക്കാർ ഒരു ജീവനുള്ള എലിയെ പിടിച്ചിട്ട് അതിന്റെ അതിന്റെ മുകളിൽ എന്തോ ഒഴിച്ചിട്ട് വാലിൽ തീ കൊടുത്തു. പാപം, തീ കൊണ്ടൊന്നിനെയും ശിക്ഷിക്കാൻ പാടില്ലെന്ന് നബിയന റസൂലുള്ളാഹി. തീയെ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ആ ഉറുമ്പിനെ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? കത്തിക്കരുത്. തീ കൊണ്ടൊന്നിനെയും ശിക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല. ആ ചെറുപ്പക്കാരായ എലിയുടെ വാലിൽ തീ കൊടുത്തു. കഷ്ടം. അതിന്റെ ജീവൻ കൊണ്ട് അതിങ്ങനെ ഓടി ഓടി എന്ത് ചെയ്തു?
ഓടി വെളിയിലേക്ക് പോയിട്ടത് തിരിച്ച് നേരെ ഇവന്മാരുടെ റൂമിനകത്തേക്ക് തന്നെ കയറി. അവസാനം ആ വീട് തന്നെ കത്തിപ്പോകുന്നൊരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഇതാ പാഠം. ചിലർക്കെല്ലാം കളിയാ. ചില വസ്തുക്കളെ കാണുമ്പോൾ ചുമ്മാതെ പോയിട്ട് ഉപദ്രവിക്കുന്നവരില്ലേ, വെറുതെ കിടക്കുന്നതിന്. വഴിയിലൊരു നായി കിടക്കണം, പോണ വഴി അതൊന്നും ചെയ്യാമെന്ന് കാലുമടക്കി ഒറ്റ അടിയാ അല്ലേ? എന്തേടാ അസറക്ക റോഡിലൂടെ പോകുമ്പോ ഒരു നായി വഴി കിടക്കണം, പോണ വഴി ഒരെണ്ണം കൊടുത്തിട്ട് പോയില്ലേ? ചുമ്മാതെ കിടക്കുന്നതിന് ഒരു കല്ലെടുത്തെറിയാറ്, ചുമ്മാ രസം, ഉപദ്രവം. ഉറങ്ങിക്കിടക്കുന്ന നായിയുടെ അടുത്ത് പോയിട്ട് ഓണടിക്കുന്ന ആൾക്കാരില്ല, പെട്ടെന്ന് ഞെട്ടിയ ചാടിയ കളി അല്ലേ? അള്ളാഹു നമ്മളെ കീമ നൽകുമാറാകട്ടെ. ഇപ്പൊ നബിതങ്ങൾ പറയുക ഉദാഹരണ സഹിതം, ഇതാ മുത്തുനബി. ഈ മുത്തുനബിയെ ഉമാരി വിമർശിക്കുന്നത്. ഈ നബിതങ്ങൾ ഇത്രയും സൂക്ഷ്മതയോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തരികയാ ഓരോ കാര്യങ്ങളും. ഇതാണ് ദീൻ. നബിതങ്ങൾ പറയുന്നു, നിന്റെ വീട്ടിൽ തീ പിടിക്കാൻ അതൊരു കാരണമാകും, അതുകൊണ്ട് നീ സൂക്ഷിക്കണേ എന്ന് നബിയനാ റസൂലുള്ളാഹി. തിരുവനന്തപുരത്തു നിന്നുള്ളൊരു സഹോദരി, തൻ്റെ മകന് കാറിന്റെ കച്ചവടമാണ്. എപ്പോ കച്ചവടം നടന്നാലും ആ താത്ത നമ്മുടെ പള്ളിക്ക് പൈസ തരും കേട്ടാ. എപ്പോഴും വണ്ടിയുടെ കച്ചവടം നടക്കുമ്പോഴും ഇവിടെ കോടികൾ കിട്ടിയിട്ട് തിരിഞ്ഞു നോക്കണില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. കോടികൾ കച്ചവടം നടത്തി കിട്ടിയിട്ട് ഓനോട് ചോദിച്ചാലും പറയും ഒന്നുമില്ല. ഓരോ ബിസിനസ്സിലും ലക്ഷങ്ങളും കോടികളും കിട്ടിയവന്റെ അടുത്ത് ചോദിക്കാം വല്ലതെന്താ? ഓ ഇല്ല. ഒരു വണ്ടി വിറ്റാൻ എന്തോ കിട്ടൂപ്പാ. അപ്പൊ ഒരു കച്ചവടം നടക്കുമ്പോ തന്റെ കാറിന്റെ കച്ചവടം നടന്നാലും പള്ളിക്ക് സംഭാവന നൽകും. അൽഹംദുലില്ലാ, ഇപ്പൊ ഹലാലായ മുറാദ് ഹാസിലാകാൻ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകുന്നതിന് വേണ്ടി ആ സഹോദരി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു സംഭാവന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹമുറഹീമായ അള്ളാഹു അവരുടെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3000 രൂപ 2 സ്ക്വയർ ഫീറ്റിന്റെ പൈസ നമ്മുടെ പള്ളിക്ക് നൽകി അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഖാല യഹ്തറക ബൈതുൻ ബിൽ മദീന അലാ അഹ്ലിഹി മിനൽ ലൈൽ ഫഹുദ്ദിസ. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കൽ മദീനയിൽ രാത്രി സമയത്ത് വീടിന് തീ പിടിക്കുകയും അതിലുള്ള ആളുകൾക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു. മദീനയിൽ പണ്ടൊരു വീട്ടിൽ തീ പിടിച്ചു, വീട് മുഴുവനും കത്തി നശിച്ചു, വീട്ടുകാർക്ക് മുഴുവനും പൊള്ളലേൽക്കുകയും ചെയ്തു. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, തീർച്ചയായും തീ നിങ്ങളുടെ ശത്രുവാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൻ നാറ ഇന്നമാ ഹിയ അദുവ്വുൻ ലക്കും ഫഇദാ നിംതും ഫഅത്ഫിയൂഹാ അൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഈ തീ നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ അത് അണയ്ക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഗ്യാസൊക്കെ ഓഫാക്കാതെ കിടന്നുറങ്ങുന്നവരില്ലേ? ഗ്യാസ് ഓഫാക്കാതെ കിടന്നുറങ്ങുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന യൂട്യൂബ് ഈ എലിക്ക് വേണമെങ്കിൽ ഈ ഗ്യാസ് വരുന്ന ട്യൂബും കടിച്ചു പൊട്ടിക്കാമല്ലോ. എത്രയോ അനുഭവങ്ങളുണ്ട്. അവസാനം തീ കത്തുന്നൊരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലിയ ദുരന്തങ്ങൾ അത് വലിച്ചു വെക്കും. അതുകൊണ്ട് റസൂൽ തങ്ങൾ പറയുന്നു, നിങ്ങൾ അതിനെ വല്ലാതെ സൂക്ഷിക്കണം. ഒരു ഉദാഹരണം പറയുകയാണ്. നബിതങ്ങൾ പറയുന്നു, ദുരന്തം ഓർക്കുക, അല്ലാഹു എന്തു വലിയവനാ, എത്ര വലിയവനാ അല്ലാഹ്. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാണിന് ചാണായി പിൻപറ്റാൻ പറഞ്ഞു തരുന്നില്ലേ? ഓരോന്നിനും ഉദാഹരണ സഹിതമായി നമ്മളെ നബിതങ്ങൾ പഠിപ്പിച്ചു തരികയാ. നിങ്ങൾ സൂക്ഷിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 7ാമത്തെ കാര്യം ഞാൻ നിർത്തുകയാ, 11 മണിയായി. 7ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ ശരീരത്തിൽ തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിതങ്ങൾ എന്തേ പഠിപ്പിക്കുന്നത്? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖറസത്തു നംലത്തുൻ നബിയ്യൻ മിനൽ അംബിയാ.
فأمر بقرية أن نملي فأحرقت فأوحى الله إليه أن قرصتك نملة أحرقت أمتي من أممي تصبح لله. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നബിതങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രവാചകന് ഒരു ഉറുമ്പ്, അപ്പോൾ അദ്ദേഹം ഉറുമ്പുകൾ താമസിക്കുന്ന അതിന്റെ കൂട്, ഇവിടെ എന്താ പറയാ, പുറ്റ്, ആ പുറ്റിന് പ്രവാചകൻ തീയിട്ടു, ചുട്ടുകരിച്ചു കളഞ്ഞു. അതെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് വഹി ഇറക്കുകയാണ്. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ താങ്കൾ കരിച്ചു കളഞ്ഞല്ലോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ സർവ്വചരാചരങ്ങളും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു, നമ്മളൊഴികെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.